ഈ രീതിയിൽ സക്കറാത്തിന്റെ വേളയിൽ പോലും ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ടുള്ള സംസാരമല്ലേ ഇവർ സംസാരിക്കുന്നത്? ആ ഓരെക്കുറിച്ചാണ് പറയുന്നത്. ഓർക്ക് വിഷയവുമായി ബന്ധമില്ലെന്ന്. ഓരുടേതായി എത്ര കവിതകൾ ഈ വിഷയത്തിലുണ്ട്. മായുസ്മിഉൽ മിളിയാഉ സൗതുൽ ഖായിലി ഔ മിൻ സദാഹു ശക്ക മുൻഷിയുൽ അലി മാലം യുഹഖഖ് അന്നഹു ലൈസ സദാ യുൽഗാ വതശ്വീശും ബിഹി അയ്യുതിദാ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇമാമുമാരുടെ കവിതകളെപ്പോലെ ഉദ്ധരിക്കാൻ പറ്റുന്ന സുന്ദരമായ ഇരടികളായി ഓർ നമുക്ക് വിവരിച്ചു തന്ന ഇരടികളുടെ കൂട്ടത്തിൽ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ പ്രതിപാദിക്കപ്പെടുന്നത്? ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട് ഓർ വിവരിക്കുന്നത് ഈ മൈക്കിൽ കേൾപ്പിക്കപ്പെടുന്ന ശബ്ദം, മൈക്കിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം സംസാരിക്കുന്ന ആളുടെ ശബ്ദമാണോ? സംസാരിക്കുന്ന ആളുടെ ശരിയായ ശബ്ദമാണോ? ഔ മിൻ സ്വദാഹു, അല്ലെങ്കിൽ പ്രതിധ്വനിയാണോ? ശബ്ദത്തിന്റെ വൈദ്യുതിയായി വരുന്ന അലകളാണോ? പ്രതിധ്വനിയാണോ എന്ന വിഷയത്തിൽ ശക്ക മുൻഷിയുൽ അലി, ഈ സ്പീക്കർ ഉണ്ടാക്കിയ നിർമ്മാതാക്കൾ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നു. അല്ല ഉറപ്പിച്ചു പറയുന്നു. നിർമ്മാതാക്കളായ ആളുകൾ തന്നെ അഭിപ്രായമിടുന്നു. മാലം യുഹഖഖ് അന്നഹു ലൈസ സ്വദാ, ജുമുഅ എന്ന ഇബാദത്ത് ചെയ്യുന്ന നേരത്ത് ഇത് സ്വതയല്ല, മറുകൂറ്റല്ല, പ്രതിധ്വനിയല്ല, അലകളല്ല എന്ന ശരിയായ ഉറപ്പില്ല എങ്കിൽ ആ ശബ്ദം പൂജ്യമാണ്, ആ ശബ്ദം ഉപയോഗശൂന്യമാണ്, ആ ശബ്ദം പരിഗണനീയമല്ല. എത്ര വലിയ അലങ്കോലങ്ങളാണ്, എത്ര വലിയ അക്രമങ്ങളാണ്, എത്ര വലിയ പ്രയാസങ്ങളാണ് ഇതുകൊണ്ടുണ്ടായിത്തീരുന്നത്. എത്ര കവിതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടവർക്കുണ്ട്. മുകബ്ബിറു സൗത്തിൻ ഫിൽ മസാജിദി ശുദ്ദിയ ഫമക്തൂബത്തുൻ മാഅത് വജറ മഫാസിദാ. ലൗഡ് സ്പീക്കർ പള്ളികളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ലൗഡ് സ്പീക്കർ പള്ളികളിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. പള്ളികളിലെല്ലാം കൊണ്ടുവന്നു വെക്കപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടുണ്ടായി തീർന്നത് ധാരാളം ആളുകൾ ബാങ്ക് കേട്ടതല്ല, ധാരാളം ആളുകൾ കുത്തുബ കേട്ടതല്ല. ഇതുകൊണ്ടുണ്ടായി തീർന്നത് തലവേദനയാകുന്ന നേരത്ത് കഴുത്തു മുറിച്ചു കളയുക, തലങ്ങ് പോട്ടെ, ഈ രീതിയിൽ ചികിത്സിച്ചതാണ് ഇതുകൊണ്ടുണ്ടായി തീർന്നത്. ഫമക്ക് തൂബത്തുള്ളാഹു, ഫർള് നിസ്കാരങ്ങൾ പാഴായിപ്പോയി. ആകെ ഒരു മനുഷ്യന് കിട്ടുന്ന 5 നേരത്തെ നിസ്കാരങ്ങളല്ലേ ഏറ്റവും അമലുകൾ കുറഞ്ഞ ഈ സാഹചര്യം. ജീവിതത്തിൽ ആക്രവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രവർത്തിക്കാൻ കൂട്ടാക്കാതെ സമയം കണ്ടെത്താത്ത മനുഷ്യൻ, ആ മനുഷ്യൻ നിർവഹിക്കുന്ന 5 നേരത്തെ നിസ്കാരങ്ങൾ പോലും നഷ്ടപ്പെട്ട് പാഴാവുകയല്ലേ. എത്രയെത്ര ഫസാദുകളാണ് വലിച്ചുകൊണ്ടുവരുന്നത്. നാട്ടിൽ ഫിത്നകൾ സംഭവിക്കുകയല്ലേ. ഒരു നാട്ടുകാർക്ക് ആ നാട്ടിൽ വെച്ച് ജുമുഅ നിർവഹിക്കുന്നത് അവരുടെ അവകാശമല്ലേ. ആ അവകാശം നശിപ്പിക്കപ്പെടുകയല്ലേ. ആളുകൾ തമ്മിൽ ഛിദ്രതയിലാവുകയല്ലേ. നല്ല ഇസ്ലാമിന്റെ ഈശ്വര്യമായ ഐക്യത്തോടെ കിടക്കുന്ന പ്രദേശങ്ങളിൽ അനൈക്യത്തിന്റെ വിത്തുകൾ പാകപ്പെടുന്നത് ഈ ലൗഡ് സ്പീക്കറിന്റെ പേരിലല്ലേ. പക്ഷേ ഇങ്ങനെ നിയമം ിയതിന്റെ പേരിൽ അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല. അല്ലാഹു തആല അവരെ വെറുതെ വിട്ടിട്ടില്ല. ഓറ് തന്നെ തുടരുന്നു. ഈ അക്രമമായ രീതിയിലുള്ള തീരുമാനങ്ങളും ചിത്രതകളും അനൈക്യങ്ങൾക്കും വിട്ടുപാകിയതിന്റെ പേരിൽ നിയമമാക്കിയ ആളുകളുടെ പേരിൽ അവരുടെ ഇലാഹിന്റെ തമ്പുരാന്റെ രാജാതിരാജന്റെ കോപമിറങ്ങിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭവിച്ചിരിക്കുന്നു. ഇതിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജിഹാദിലാണ്. ഒരു കൂട്ടർ പറയുന്നു മറ്റേ കൂട്ടർ സുന്നിയല്ല. ഒരു കൂട്ടത്തിന്റെ പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയാണ്, മുജാഹിദ് ജമാഅത്ത് പോലെയാണവർ. ഒരു കൂട്ടർ പറയുന്നു ഇയാൾ കാഫിറാണ്.
അംഗീകരിക്കാൻ പറ്റില്ല, കാഫിറായിരിക്കുന്നു. എന്തെല്ലാം വിവാദങ്ങളാണ്! വിലയുള്ള പണ്ഡിതന്മാരുടെ വിലകൾ റോഡോരങ്ങളിൽ വഴിയോരങ്ങളിൽ ഇടിച്ചു താഴ്ത്തപ്പെടുകയല്ലേ? എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ അറിയപ്പെടുന്ന ആലിമുകളായാലും അവർക്ക് ഇത്രയുള്ളൂ എന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും LCD-കൾ വെച്ചുകൊണ്ട് ക്ലിപ്പുകൾ വെച്ചുകൊണ്ട് അവമതിക്കപ്പെടുകയല്ലേ? ഈ രീതിയിൽ പരസ്പരം പോരടിക്കുന്ന ഭിന്നിച്ചുപോയ ശത്രുക്കളായി പോയ അവസ്ഥ സംജാതമായത് അവരുടെ ഇലാഹായ അള്ളാഹുവിന്റെ കോപമിറങ്ങിയതാണ്. തുടർന്ന് അവർ വീണ്ടും വിവരിക്കുന്നു, മർഫൂഅത്തും ബിസമസ്ത കേരള ജംഇയ്യ. ബാങ്ക്, ജുമുഅ എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കൊണ്ട്, ആധുനിക സമസ്തയെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, പാഴായി പോയിരിക്കുന്നു, ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മഹാനരായ ഓർ വിവരിച്ചെങ്കിൽ ആ ഓറെക്കുറിച്ച് പറയുന്ന ഓർക്കിതൊന്നും അഭിപ്രായം